കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ജയത്തോടും ദൈവകൃപയോടും അവിടുത്തെ അരുളപ്പാടുകളും അറിയിച്ച് നമ്മെ നടത്തുന്ന ശ്രേഷ്ഠനായ കർത്താവിന് നന്ദി പറയാം. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാണ്. കീഴേ ഒരു ശാശ്വത ഭുജമുണ്ട്. തൻ്റെ ജനത്തെ മരുഭൂമിയിൽ എന്ന പോലെ ആഴിയിലൂടെ നടത്തിയ ദൈവം, ചെങ്കണ്ണ രണ്ടായി ഭാഗിച്ച ഉണങ്ങിയ പ്രതലത്തിലൂടെ നടത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. അതേ സങ്കീർത്തനം പറയും, നമ്മുടെ താഴ്ച നമ്മെ ഓർത്ത, നമ്മുടെ വൈരിയുടെ നമ്മെ വിടുവിച്ച സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് അവിടത്തേക്ക് വാഴ്ത്തുകൾ അർപ്പിക്കാം. യഹോവ തന്നെ ദൈവം എന്നറിയണം, മറ്റൊരു ദൈവമില്ല. അവിടെ നമ്മെ ഉണ്ടാക്കി സൃഷ്ടിതാവായ ദൈവം. നാം അവനുള്ളവരാണ്. അപ്പം തനിക്കുള്ളവയെ അറിയുന്ന ദൈവം, അവയെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം, പുറത്തു കൊണ്ടുപോകുന്ന ദൈവം, പുതിയ മേച്ചിലെത്തിക്കുന്ന ദൈവം, സ്വസ്ഥയുള്ള വെള്ളത്തിനരികെ നടത്തുന്ന നല്ല ഇടയൻ. താഴ്വരകൾ വരുമ്പോഴും ആടിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ ഇടയൻ എപ്പോഴും കൂടെ ഇരിക്കും, സഹായിക്കും, ശക്തീകരിക്കും, ബലമുള്ള കൈകൊണ്ട് താങ്ങും. ഇന്നലെ നടത്തിയ ദൈവം ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ളവനല്ല. ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് അവിടുന്ന് അരുളി ചെയ്തത് നിങ്ങൾ മറന്നുപോകരുത്. അതുകൊണ്ടാണ് അവിടുന്ന് വിളിച്ചു പറഞ്ഞത്, ഞാൻ ഇന്നലെയും എന്നേക്കും ഇന്നും എന്നേക്കും അനന്യൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. വാക്ക് പറഞ്ഞാൽ മാറില്ല. അവിടുത്തെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. അവിടുത്തെ നിയമങ്ങൾക്ക് മാറ്റമില്ല. നമ്മളോട് വാക്ക് പറഞ്ഞ പലരും വാക്ക് മാറ്റിയില്ലേ? പക്ഷേ വാക്കിലും പ്രവൃത്തിയിലും ഭയങ്കരനായൊരു ദൈവം, വിശ്വസ്തനായൊരു ദൈവം നമ്മുടെ ദൈവമാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിച്ച, അവർ നിലവിളിയെ കേട്ട് അവരെ രക്ഷിക്കുന്ന ദൈവം. ഓരോ ജഡത്തിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ഓരോന്നിനും എന്ത് വേണോ അത് കൊടുക്കാൻ ഇന്നും അവിടത്തേക്ക് കഴിയും. യഹോവയിങ്കലെ പ്രത്യാശ കൊണ്ട് നമ്മുടെ അകമൊന്ന് നിറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. യേശുവിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യരായി സത്യം അറിയുകയും, എന്നുവെച്ചാൽ അറിയേണ്ട സത്യം അറിയേണ്ടതുപോലെ അറിയുകയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, അടിമനിവൃത്തി നിന്നൊക്കെ നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ അവർ യേശുവിനോട് പറയുകയാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസരായിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു പറഞ്ഞ പ്രസ്താവനയാണ് നാം കേട്ടത്. യേശു പറഞ്ഞ ഒരു ഉദാഹരണം വളരെ ശ്രദ്ധേയമാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നു, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന്, സകല അന്ധകാര മണ്ഡലങ്ങളിൽ നിന്നും പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും.
പ്രിയ സഹോദരങ്ങളെ, ഇന്നും സ്വതന്ത്രരാകാൻ കഴിയാതെ പല അടിമ നുഖങ്ങളും വെച്ച് നിവരാൻ കഴിയാതെ, എഴുന്നേൽക്കാൻ കഴിയാതെ, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി ഒതുക്കുന്ന മണ്ഡലങ്ങളെ കണ്ട് ഭയപ്പെടാതെ ആ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്തിയല്ലോ. ആഴമായ ദൈവസാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിച്ചാൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയുടെ വ്യാപാരത്താൽ നമ്മൾ സ്വതന്ത്രരാകും. കാൽവറിയിലൂടെ എൻ്റെ യേശു പിശാചിൻ്റെ സകല അടിമ നുഖത്തെയും തകർത്തു, വാഴ്ചകളെ, അധികാരങ്ങളെ തകർത്തു, വിരോധമായി എഴുതി വച്ചിരിക്കുന്ന കയ്യെഴുത്തുകളെയും രേഖകളെയും മായ്ച്ചു കളഞ്ഞു. പിശാച് അവകാശവാദം പറഞ്ഞ് കസ്റ്റഡിയിൽ വെച്ച സകല സംവിധാനങ്ങളെയും കാൽവറിയിലൂടെ എൻ്റെ യേശു തകർത്തെറിഞ്ഞു. അങ്ങനെ പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നമ്മൾ സ്വതന്ത്രരാണ്. ഇന്ന് പകലും ദൈവാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ദൂത് പറയുന്നു. മനുഷ്യമായിട്ടെല്ലാമുണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷേ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ, സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാത്ത ചിലർ എന്നെ ഇന്ന് പകലിലും കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ മുമ്പാകെ ഒന്ന് അടുത്തു വരും. ചില തലമുറകൾ കുടുങ്ങപ്പെട്ടുപോയി, അടിമനുഖത്തിൽ കുടുങ്ങി പുറത്തു വരാൻ കഴിയാതെ ഇരുളിൻ്റെ വ്യാപാരങ്ങളാൽ ഒതുക്കപ്പെട്ടെങ്കിൽ കർത്താവ് ചിലർക്ക് സ്വാതന്ത്ര്യം എന്ന് പകൽ വരുത്തുക. അവിടുന്ന് വിളിച്ചു പറയും, ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോകുക. അന്ധകാരത്തിലിരിക്കുന്നവർ വെളിച്ചത്തിൽ വരാൻ, കാരാഗ്രഹത്തിൽ കുടുങ്ങിയിരിക്കുന്നത് പോലെ കുടുങ്ങിയിരിക്കുന്ന ചെയ്തതിനെ സ്വാതന്ത്ര്യത്തോടെ പുറത്തു കൊണ്ടുവന്ന് ആത്മാവിശക്തരാക്കാൻ ഇന്നും അവിടത്തേക്ക് പദ്ധതിയുണ്ട്. വിശ്വസിച്ചുകൊണ്ട് പറ, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ ഞങ്ങൾ സ്വതന്ത്രരാകും. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ അവിടുന്ന് നമുക്കറിയാം, പൗലോസ്ലീഹ ശക്തമായി വിളിച്ചു പറഞ്ഞ പ്രസ്താവന, അടിമനുഖത്തിൽ പിന്നെയും നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. അല്ലേ? വളരെ ശക്തമായൊരു പ്രസ്താവനയാണത്. അടിമനുഖത്തിൽ പിന്നെയും പിന്നെയും കുടുങ്ങിപ്പോകരുത്. കുടുക്കുവാൻ ശ്രമിക്കുന്ന, തകർക്കുവാൻ ശ്രമിക്കുന്ന, വന്നിടത്തേക്ക് കൊണ്ടുവന്ന് തളച്ചിടുവാൻ നിൽക്കുന്ന ശക്തമായ വെല്ലുവിളികളുടെ മേൽ ജയം നടത്തുവാൻ, ജയോത്സവമായി നടത്താൻ. അതുകൊണ്ടാണ് വളരെ വ്യക്തമായ സ്ലീഹൻ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യം അനുഭവിക്കാൻ, ആത്മീക സന്തോഷം അനുഭവിക്കാൻ, ദൈവിക സമാധാനം അനുഭവിക്കാൻ, ദൈവകൃപയുടെ ആഴങ്ങൾ നടക്കാൻ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തികളും രുചിച്ചറിയാൻ കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കണം. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശക്തികളുമായി കോംപ്രമൈസ് ചെയ്യാതെ കർത്താവ് സ്വതന്ത്രരാക്കി അതിൽ ഉറച്ചു നിൽക്കാൻ, ശക്തരാകാൻ, പ്രമാണം മുറുകെ പിടിക്കാൻ, അഭിഷേകത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഈ ദിവസങ്ങൾ തയ്യാറാകുമെങ്കിൽ സകല ശക്തികളെയും ജയിക്കാൻ ദൈവം ഞങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ഉറപ്പിക്കുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം, ശക്തി നൽകുന്ന ദൈവം ഇന്ന് പകൽ അവിടുന്ന് വിളിച്ചു പറയുന്നു, അവിടുന്ന് സ്വാതന്ത്ര്യം നൽകുന്നതാണ്. കുടുംബമായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമാധാനവും സ്വസ്ഥതയും ആത്മാവിൻ്റെ നിറവും കൊണ്ട് അവിടെ നിങ്ങളെ പോഷിപ്പിക്കാൻ പോകുകയാണ്. സകല അന്ധകാര മണ്ഡലങ്ങൾ തകരാൻ പോകുന്നു. ചില രോഗങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടുവന്ന, ഭയം കൊണ്ടുവന്ന് നിങ്ങളെ അടിമത്തത്തിലാക്കുന്ന, അസ്വസ്ഥത കൊണ്ടുവന്ന് നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്ന സകല ശക്തികളെയും പൊട്ടിച്ചുകൊണ്ട് കർത്താവ് ചിലതിനെ സ്വതന്ത്രമാക്കാൻ പോകുകയാണ്. എത്ര നോക്കിയിട്ട് മൂവ് ചെയ്യാൻ കഴിയാത്ത ചിലരെ ഇന്ന് പകൽ അവിടുന്ന് ടച്ച് ചെയ്യുന്നു. കർത്താവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഈ പകൽ തിരിച്ചറിയട്ടെ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും.
സ്വതന്ത്രമാക്കുന്ന ദൈവത്തിന്റെ കൃപ ഇപ്പോൾ തന്നെ വ്യാപരിക്കുക. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയ്ക്ക് മഹത്വം കരയേറ്റുന്നു. അങ്ങയുടെ കൃപയുടെ വ്യാപാരം ഇന്ന് പകൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. കർത്താവ് ചിലതിനെ എഴുന്നേൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. സ്വാതന്ത്ര്യം കൊടുത്തിരിക്കാൻ സ്തോത്രം. ദൈവിക സമാധാനം കൊണ്ട് നിറച്ചിരിക്കാൻ സ്തോത്രം. സൗഖ്യം വ്യാപരിക്കുന്നതിന് സ്തോത്രം. അങ്ങയുടെ ബലം ഇന്ന് പകൽ ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവിടെ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുന്നു, ശക്തീകരിക്കുന്നു. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.